ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇവിടെ ഒരു ഗ്ലാസ് ബോട്ട് യാത്ര ഉണ്ട്. അതായത് കടലിന്റെ അടിയിലുള്ള മത്സ്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കാണാതില്. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഞാനിപ്പോൾ ഉള്ളത് കവരത്തിയില് സ്കൂബ ചെയ്തതിന്റെ പരിസരത്തുള്ള ആ ഭാഗത്താണ്. ഒരു ഗ്ലാസ് ബോട്ട് യാത്ര പോവാണ്. അപ്പൊ ഇതൊരു ഫൈബറിന്റെ ഇതാണ്. ഇത് ലക്ഷദ്വീപിൽ സ്ഥിരമായിട്ടുണ്ട്. അതായത് ബോട്ടിലേക്ക് കയറാനുള്ള സൗകര്യത്തിലുണ്ട്. അത് കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സ്ലിപ്പായി പോകുന്നു നോക്കണം. അപ്പൊ ഇതാണ് ഗ്ലാസ് ബോട്ട്. ഈ ഗ്ലാസ് ബോട്ടിന്റെ രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലും അങ്ങനെ ഇരുന്നിട്ട് ഇതിന്റെ കടലിന്റെ അടിയിലുള്ള പിന്നെ മത്സ്യങ്ങളും പിന്നെ സ്കൂബ ചെയ്ത ആ ഭാഗങ്ങളെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ കാണാം. അപ്പൊ അതാണ് നമ്മള് പോകുന്നത്. അപ്പൊ ഒരു കുറച്ച് ദൂരം അങ്ങനെ പോയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരും. അപ്പൊ നമുക്ക് ഇതിന്റെ അടിയിലുള്ള കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പോയിട്ട് തിരിച്ചങ്ങോട്ട് വരാം. ഞങ്ങള് 4 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹസൻ സാഹിബ്. പിന്നെ ഇതിന്റെ ഒരു ക്യാപ്റ്റനും അദ്ദേഹം ഉണ്ട് ഇവിടെ. കടലിന്റെ അടിയിലെ കോറൽസും മീനുകളൊക്കെ നമുക്ക് കണ്ടങ്ങനെ പോവാം. ഇത് കവരത്തിയിലാണുള്ളത്. ഞാൻ എന്റെ മുമ്പ് അഗത്തി ദ്വീപിലാണ് ഇതേപോലെ ബോട്ടിന് പോയിട്ട് പിന്നെ ഗ്ലാസ് ബോട്ടിന് പോയിട്ടുള്ള വീഡിയോ മുമ്പ് ഞാൻ കാണിച്ചിരുന്നു. അത് വേറൊരു ഭംഗിയായിരുന്നു. അപ്പൊ ഇതിന്റെ ഈ നമ്മുടെ ദ്വീപിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ബോട്ട് യാത്ര എന്തായാലും ചെയ്യണം. ഫസ്റ്റ് എന്തായാലും സ്കൂബ ചെയ്യുക. സ്കൂബ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഗ്ലാസ് ബോട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഭംഗി. സാധനം കൂടിയിട്ടുണ്ട്. ഈ ബ്രെഡ് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലേ? പൊതുവെ അങ്ങനെ കൊടുക്കരുതെന്നാണ് ഇതായിട്ടുള്ളത്. പക്ഷെ കൊടുക്കുന്നു. ദ്വീപിൽ വന്നിട്ട് ഈ സ്കൂബ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ചിലർക്ക് ശ്വാസത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി പേടിയുള്ളവര് ഇവര് എന്തായാലും പിന്നെ ഈ ഗ്ലാസ് ബോട്ട് ചെയ്യണം. അതല്ലാണ്ട് സ്നാർക്കലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അധികം ഒന്നും മുങ്ങാതെ നമ്മൾ ലെവലിൽ നിന്നിട്ട് ഒന്നിങ്ങനെ ചെയ്യുന്നൊരു സംഭവമുണ്ട്, സ്നാർക്കലിംഗ്. അതെങ്കിലും ചെയ്യണം. കാരണം ഈ ലക്ഷദ്വീപിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുക. കടലിന്റെ അടിയിലുള്ള ഇതുപോലത്തെ മീനുകളും മറ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അല്ലാണ്ട് നമ്മുടെ നാട്ടില് ഇത്രക്കും ക്ലിയർ ഉള്ള വെള്ളവും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ഈ ബംഗാരം ദ്വീപുണ്ട്, നമ്മുടെ ദ്വീപ് ഭൂമിയിൽ ഒരു സ്വർഗം എന്ന് പറഞ്ഞ പോലെ, അത് അങ്ങനെ തന്നെ പറയാ. യൂറോപ്യന്മാർ മൊത്തം വരുന്ന സ്ഥലമാണ് ഈ ബംഗാരം ദ്വീപ്. ഇപ്പൊ കുറെ റെസ്ട്രിക്ഷൻ ആക്കിയിട്ടുണ്ട്. മുമ്പ് ഞാനൊരു കുറെ കൊല്ലം മുമ്പ്, ഒരു ഏകദേശം 5 വർഷം മുമ്പ് ഞാൻ അവിടെ പോയിട്ട് താമസിച്ചിട്ട് ഒരു 3 ദിവസം ഇന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നെ ബംഗാൾ എപ്പിസോഡ് കണ്ടാൽ മതി നിങ്ങള്. ഇത് അമറിന്റെ മാമ പോയത് ഇപ്പൊ ഈ കണ്ടല്ലോ.
ഗ്രൂപ്പ് ഉണ്ടോ? ആ ഗ്രൂപ്പ് ഉണ്ട്. അതേപോലത്തെ ഗ്രൂപ്പ്സ് കുറേ ഉണ്ട്. ഭയങ്കര സൂപ്പറായിട്ടില്ല ഇത്. ഇന്ന് വാട്ടർ നല്ല ക്ലിയർ ആന്ന് പറഞ്ഞവരല്ലേ? തീരെ അത്ര പോരാ. അങ്ങനെ ഉണ്ടാവൂലേ? അങ്ങനെ ചില സമയങ്ങളിലാണ് കാറ്റ് കൂടിയാലും ഒടുക്കാലൊക്കെ ആകുമ്പോൾ ഈ ബ്ലൂ കളർ ഉണ്ടല്ലേ, അടിപൊളി. ഇതേ ആദ്യം ഇതില് വരാഞ്ഞതേ നന്നായി. അപ്പൊ പിന്നെ നമുക്ക് തോന്നും സ്കൂബയിൽ പോയാലും ഇപ്പൊ തന്നെയല്ലേ. ഒരു ആമ പോകുന്നുണ്ടല്ലേ ശ്രീലങ്കയിൽ. ഈ ആമനെ വളർത്തുന്ന ഒരു വലിയൊരു സ്കൂൾ തന്നെ ഉണ്ട് അവിടെ. എന്നിട്ട് ആമന്റെ മുട്ട അവിടെ വിരിയിപ്പിച്ചു. പിന്നെ അങ്ങോട്ടേ കടലിലേക്ക് വിടുകയൊക്കെ ചെയ്യും. 200 കൊല്ലമൊക്കെ ജീവിക്കുന്ന ആമകളൊക്കെ അവിടെ ഉണ്ട് ഈ ശ്രീലങ്കയില്. വലിയ വലിപ്പുള്ള മീനാ. കുറച്ച് ദൂരെ ആയതുകൊണ്ട് അതിനേക്കാൾ വലിപ്പുണ്ട്. ഇതാണ് ബി കളറുള്ള മീനെന്ന് ഞാൻ പറയുന്നത്. അതെന്താ ബി കളറിന് ഡിഫറെന്റ് കളേഴ്സോ? പക്ഷെ യെല്ലോ ബ്ലാക്ക് ലക്ഷദ്വീപില് ഇവിടെ 12 ദ്വീപ സമൂഹങ്ങളുണ്ട് ജനവാസമുള്ളത്. അല്ലാണ്ട് 33ഓളം ദ്വീപങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ദ്വീപിൽ വന്നിട്ട് തന്നെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താൽ നല്ല അടിപൊളി മീനും കാര്യങ്ങളും കണ്ടില്ലേ. അപ്പൊ അതെന്തായാലും ദ്വീപിൽ വന്നാൽ ഈ കടലും വെള്ളവും ഈ ബോട്ട് യാത്രയും ഗ്ലാസ് ബോട്ടും സ്നാർക്കലിങ്ങും പിന്നെ സ്കൂബയൊക്കെ തന്നെ ഉള്ളത്. എന്നിട്ട് വിൽപ്പന ഉണ്ടാവും. അങ്ങോട്ട് ശരിയുണ്ട്. ഇതാണ് ഗ്ലാസ് ബോട്ട്. എന്നാ നമുക്ക് പോവാം. ഇങ്ങോട്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നതാണ് ഈ കോറൽസ് ഒക്കെ? അതാണല്ലേ ശരിക്കും പിക്ചർ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.